മലപ്പുറത്ത് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. കാക്കഞ്ചേരിയിലാണ് ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയത്. റോഡിലൂടെയുള്ള വാഹന ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. നിർമ്മാണ കമ്പനിയുടെ ജീവനക്കാരെത്തി വിള്ളലുണ്ടായ ഭാഗം താൽക്കാലികമായി അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ തടഞ്ഞു. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂളത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് സിപി ഫിറ്റിംഗ്സ്. കാലിക്കറ്റ് സർവകലാശാല ഭാഗത്തേക്കുള്ള പുതിയ പാതയിൽ കാക്കഞ്ചേരിയിലാണ് 20 മീറ്ററിലേറെ നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ വഴിതിരിച്ചു വിടുകയാണ്. നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ തന്നെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചിരുന്നു എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ആദ്യം ചെറിയ നേർരേഖയായിട്ടാണ് വിള്ളലുണ്ടായിരുന്നത്. നിർമ്മാണ കമ്പനിയുടെ ജീവനക്കാരെത്തി വിള്ളലുണ്ടായ ഭാഗം താൽക്കാലികമായി അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ തടഞ്ഞു. ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴ കനത്തതോടെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും റോഡ് തകർച്ചയുമെല്ലാം രൂക്ഷമാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുന്നെയാണ് കൂരിയാട് ദേശീയപാതയുടെ ഒരു ഭാഗം തകർന്ന് സർവീസ് റോഡിലേക്ക് പതിച്ചത്. തൊട്ടടുത്ത ദിവസം തന്നെ തലപ്പാറയിലും ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. നിർമ്മാണം പൂർത്തിയായ റോഡിന്റെ മധ്യഭാഗത്താണ് വിള്ളൽ രൂപപ്പെട്ടത്. കേരള വിഷൻ, കാക്കഞ്ചേരി.